വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു പേയ്മെൻറ്റ്സ് പോലും നടത്താനായിട്ടുള്ള പൈസയില്ല. ഇത് എല്ലാ മേഖലയിലും അങ്ങനെയാണ്, സർവ്വ മേഖലയിലും. അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി തകർന്ന് തരിപ്പണമായി. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. 2023-24 CAGയുടെ റിപ്പോർട്ട് നോക്കൂ. അതായത് സർവ്വകാല കടമെടുപ്പാണ് ഒരു വർഷം എടുത്തത്. ഒരു വർഷം എടുത്ത എത്രയാണെന്നറിയാം? 1 ലക്ഷത്തിലധികം കോടി രൂപ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്ന വർഷം 23-24 റിസർവ് ബാങ്കിൽ നിന്ന് 225 പ്രാവശ്യമാണ് വെയ്സ് ആൻഡ് മീൻസ് മേടിച്ചത്. ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് 67%. എല്ലാം താൽക്കാലിക വായ്പ. കുറേ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആർക്ക് പ്രഖ്യാപിച്ചുകൂടാത്ത കുറേ അധികം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് അതെല്ലാം അത് നടപ്പിലാക്കുന്നത് മുഴുവൻ എപ്പോഴാണ്? 1 ഏപ്രിൽ മുതലാണ്. എല്ലാ പ്രഖ്യാപനവും നടത്തിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നില്ല. ഡോക്ടർ BA പ്രകാശ്, ഈ ബജറ്റ് നോക്കൂ, ഇത്രമേൽ ദൈർഘ്യമുള്ള ഒരു ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാകെ വരുന്നു. ഇത് പ്രാബല്യത്തിനാക്കാനുള്ള ത്രാണി നമ്മുടെ സംവിധാനത്തിനുണ്ടോ, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടോ? അല്ല, ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയുന്നു. അതായത് നമ്മളിപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമ്പദ്ഘടന വളരെ മോശമാണെന്ന് പറയാനില്ല. പല നിലയ്ക്കും റിവൈവ് ചെയ്തു. നമ്മുടെ മൈഗ്രേഷനും റെമിറ്റൻസും കൂടിയിട്ടുണ്ട്. പല നിലയ്ക്കും നമ്മുടെ വ്യവസായമൊക്കെ നടക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ ഇടപെടുന്ന മേഖലകളിലൊക്കെ സർക്കാരിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പണമില്ല എന്നുള്ളതാണ്. പണമില്ല എന്ന് മാത്രമല്ല, പണം ഇല്ലാത്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഞാൻ 3 കണക്ക് പറയാം. ഇപ്പോൾ 2016 നമ്മളിവിടെ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. അന്ന് ആ ധവളപത്രത്തിൻ്റെ കൺക്ലൂഷൻ എന്താണെന്നറിയാം? ഈ നിലയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2021 ആകുമ്പോൾ പിന്നീട് ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് വരും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ സർക്കാർ ഇതൊന്ന് അഡ്രസ്സ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. അതിന് പകരം കിഫ്ബിയിൽ കടമെടുക്കുക, പെൻഷൻ കമ്പനി കടമെടുക്കുക, മറ്റ് ധനതൂർത്ത് പരിപാടികളുമായിട്ട് പോയി ഇത് അഡ്രസ്സ് ചെയ്തില്ല. അടുത്ത് ഈ 2021 വീണ്ടും ഇവിടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി. ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ധനസ്ഥിതി തകരുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ മറ്റ് കാര്യങ്ങളില്ല. അതിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ആ ശമ്പള പെൻഷൻ അധിക ബാധ്യത ഏതാണ്ട് 25,000 കോടി രൂപയാണ്. അതോടെ തീർന്നു. എന്നിട്ട് 2022 ഡിസംബറിൽ ധനമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാം? കേരളം ഇതുവരെ കാണാത്ത ധനപ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു. അൺപ്രസിഡൻറ്റഡ് ഫൈനാൻഷ്യൽ ക്രൈസിസിൽ എത്തി നിൽക്കുന്നു. 2ാമത്തെ സ്റ്റേജ്. അടുത്ത 3ാമത്തെ സ്റ്റേജ് 2023-24 CAGയുടെ റിപ്പോർട്ട് നോക്കൂ. അതായത് സർവ്വകാല കടമെടുപ്പാണ് ഒരു വർഷം എടുത്തത്. ഒരു വർഷം എടുത്ത എത്രയാണെന്നറിയാം? 1 ലക്ഷത്തിലധികം കോടി രൂപ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്ന വർഷം 23-24 റിസർവ് ബാങ്കിൽ നിന്ന് 225 പ്രാവശ്യമാണ് വെയ്സ് ആൻഡ് മീൻസ് മേടിച്ചത്. ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് 67%. എല്ലാം താൽക്കാലിക വായ്പ. അപ്പോൾ ഈ എടുത്ത ഇപ്പോൾ 1 ലക്ഷം കോടി രൂപ നമ്മൾ കടമെടുത്ത അതേ വർഷം വായ്പ തിരിച്ചടവിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ഏതാണ്ട് 75,000 കോടി രൂപയും പലിശയ്ക്ക് 27,000 കോടി രൂപയാണ്. ഈ വായ്പ എടുത്തതിൽ നിന്ന് നമുക്കൊരു മിച്ചം പോലും ഇല്ലാത്ത വളരെ പരിതാപകരമായ സ്ഥിതി. അല്ലല്ല, ഒരു വർഷം നമ്മൾ വായ്പ തിരിച്ചടവായിട്ട് ആ വർഷം അടച്ചിരിക്കുന്നത് 74,000 സംതിങ് ആണ്. ഇതെല്ലാം CAGയുടെ കണക്കാണ്. അത് പലിശ ചിലവായിട്ട് അടച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ പലിശ അടയ്ക്കണമല്ലോ 27,000 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ധനസ്ഥിതിയുടെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ സ്റ്റഡി ആയിട്ട് നമ്മൾ കടക്കണിയിലും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ധന ക്രൈസിസിലും എത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ബഹളം കാണിച്ചുകൊണ്ട് കാശില്ല എന്തെങ്കിലും നടക്കുമോ, പണമില്ല എന്തെങ്കിലും നടക്കുമോ? അതാണ് ഇപ്പോൾ നമ്മൾ അതായത് സർക്കാരിന് ഒരു മേഖലയിലും, നിങ്ങൾ ഏത് മേഖല എടുത്തു നോക്കും, സർക്കാരിൻ്റെ ഒരു മേഖലയിൽ അവിടെ എല്ലാം പ്രശ്നമായിരിക്കും. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള പിന്നീട് പണം കൊടുക്കാൻ ഉള്ള സ്ഥിതിയില്ല. മെഡിക്കൽ കോളേജിൽ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ ലിഫ്റ്റിൽ 2 ദിവസം കിടന്നില്ലേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ലേഡി പിന്നീട് ടോയ്ലറ്റിൽ പോയിട്ട് ആ കെട്ടിടം തന്നെ ഇടിഞ്ഞു വീണ് മരിച്ചില്ലേ എന്ന് ഞാൻ പറയുമ്പോൾ വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു പേയ്മെൻറ്റ്സ് പോലും നടത്താനായിട്ടുള്ള പൈസയില്ല. ഇത് എല്ലാ മേഖലയിലും അങ്ങനെയാണ്, സർവ്വ മേഖലയിലും. അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി തകർന്ന് തരിപ്പണമായി. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രശ്നം ഇങ്ങനെ സംസ്ഥാന രൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയാണ്, അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? കുറേ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആർക്ക് പ്രഖ്യാപിച്ചുകൂടാത്ത കുറേ അധികം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് അതെല്ലാം അത് നടപ്പിലാക്കുന്നത് മുഴുവൻ എപ്പോഴാണ്? 1 ഏപ്രിൽ മുതലാണ്.
എല്ലാ പ്രഖ്യാപനവും നടത്തിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നില്ല. ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇവിടെ ഇലക്ഷൻ വരെയല്ലേ, ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം വരെയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ 1 മുതലാണല്ലോ എല്ലാം ശമ്പളം നടപ്പിലാക്കാൻ പോകുന്ന. ഏപ്രിൽ 1 മറ്റ് സർവ്വവും നടപ്പിലാക്കാൻ വെച്ചേക്കുന്ന ഏപ്രിൽ 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറും ഒരു പരസ്യം പോലെ അല്ലെങ്കിൽ ഒരു പ്രചരണത്തിനപ്പുറമായിട്ട് ഈ ബഡ്ജറ്റിന് നോക്ക് എങ്ങനെ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റും? ശരി.